എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു പങ്കാളി ഒരിക്കലും ഈ 3 ചോദ്യങ്ങൾക്ക് നേരിട്ടുത്തരം നൽകില്ല. അതെന്തൊക്കെയാണെന്ന് ഇനി പറയാം. അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ വിഷയത്തിലേക്ക് കിടക്കാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള നല്ല ബന്ധത്തിന് ഇരുവരും തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും മറച്ചു വെക്കാതിരിക്കുകയും വേണം. പങ്കാളിയെ ഇരുട്ടിൽ നിർത്തുന്നത് ശരിയല്ല. അതെ, നിങ്ങൾ എല്ലാത്തരം കാര്യങ്ങളും നിങ്ങളുടെ പങ്കാളിയുമായി തുറന്നു പങ്കിടുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വിശ്വാസവും വൈകാരിക ബന്ധവും നിലനിർത്തുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ മറുവശത്ത് നിങ്ങളെ രണ്ടുപേരും തമ്മിലുള്ള തുറന്ന സംഭാഷണം നിങ്ങൾ പരസ്പരം എത്രമാത്രം വിശ്വസിക്കുന്നുവെന്ന് കാണിക്കുന്നു. ഒരു പങ്കാളി വഞ്ചിക്കുമ്പോൾ അത്തരമൊരു തുറന്ന സംഭാഷണത്തിൽ അയാൾക്ക് പ്രശ്നമുണ്ടാകും. ഒരു വഞ്ചകനായ പങ്കാളി ഉത്തരം നൽകുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ചില ചോദ്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതിലൊന്നാമതായി, എനിക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാമോ എന്ന്. നിങ്ങളുടെ പങ്കാളി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുകയോ നിങ്ങളെ വഞ്ചിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവന്റെ ഫോൺ ഉപയോഗിക്കാൻ നിങ്ങളെ അനുവദിക്കില്ലെന്ന് സർട്ടിഫൈഡ് കമ്പനി തന്നെ പറയുന്നുണ്ട്. അതെ, എനിക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അയാൾക്ക് ചിലപ്പോൾ 1000 ഒഴിവ് കഴിവുകൾ പറഞ്ഞ് നിങ്ങളെ അവഗണിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. ഇതെല്ലാം നിങ്ങളെ വഞ്ചിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. രണ്ടാമതായി, നിങ്ങൾ പുറത്ത് എവിടെയാണ് പോയത്? അതെ, നിങ്ങളുടെ പങ്കാളിയോട് ഇതുപോലൊരു നേരിട്ടുള്ള ചോദ്യം ചോദിക്കുകയും ഒരു വാചകത്തിൽ പങ്കാളി ഉടൻ പ്രതികരിക്കാതിരിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ എന്തോ കുഴപ്പമുണ്ട്. തെറ്റായ ഉത്തരം നൽകുമ്പോൾ മനുഷ്യന്റെ പെരുമാറ്റത്തിലെ വ്യത്യാസവും നിങ്ങൾക്ക് അനുഭവപ്പെടാം. ഇങ്ങനെ ചെയ്യുന്നത് മറ്റെന്തെങ്കിലും കുഴപ്പത്തെയാണ് കാണിക്കുന്നത്. അടുത്തതായി, നീ എന്നെ ചതിക്കുകയാണോ എന്നുള്ള ചോദ്യം. അതെ, അവനോ അവളോ ഈ ചോദ്യത്തിന് ശാന്തമായ ഉത്തരം നൽകിയാലെല്ലാം ശരിയാണ്. പക്ഷെ ഈ ചോദ്യം ചോദിച്ചതിന് ശേഷം പങ്കാളി പെട്ടെന്ന് പരിഭ്രാന്തരാകുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാൻ തുടങ്ങുകയോ ചെയ്താൽ എന്തോ ദുരൂഹത ഇതിലുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഈ 3 ചോദ്യത്തിലൂടെ നിങ്ങളുടെ പങ്കാളിയുടെ മാനസിക നില അറിയാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.